അമേരിക്കയുടെ ഒരു വിമുക്ത ഭടനും ഒളിമ്പിക്സ് താരവുമായിരുന്നു ലോയിസ് സാംബെറിനി. പിന്നീട് അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമി എയർഫോഴ്സിൽ സേവനമനുഷ്ഠിക്കവെ ഒരു തിരച്ചിൽ രക്ഷാദൗത്യത്തിനിടെ ടെക്നിക്കൽ തകരാറുമൂലം അദ്ദേഹം സഞ്ചരിച്ച വിമാനം തകരുകയും കടലിൽ പതിക്കുകയും ചെയ്തു. ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ അവർ ആ കടലിൽ ഒറ്റപ്പെട്ടുപോയി. അവസാനം വിശപ്പ് സഹിക്കാനാവാതെ കടലിൽ നിന്നും മീൻ പിടിച്ചും ബോട്ടിൽ വന്നിരിക്കുന്ന പക്ഷികളെ ഭക്ഷിച്ചും മഴവെള്ളം കുടിച്ചും ദിവസങ്ങൾ തള്ളി നീക്കി. 33 ദിവസത്തിനു ശേഷം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകൻ മരണത്തിനു കീഴടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒടുവിൽ 47-ാം ദിവസം അവർ ജപ്പാൻ എയർഫോഴ്സിന്റെ പിടിയിലായി. പിന്നീടുള്ള 2 വർഷക്കാലം അദ്ദേഹത്തിന്റെ ജീവിതം ദുരിതപൂർണമായിരുന്നു. ക്യാമ്പുകളിൽ അദ്ദേഹം പലതരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയനായി. അവസാനം യുദ്ധം അവസാനിച്ചപ്പോൾ 1945 സെപ്റ്റംബർ 5-ന് അദ്ദേഹം ജപ്പാന്റെ പിടിയിൽ നിന്നും മോചിതനായി.